നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബോളിവുഡ് നടി കങ്കണ റണൌട്ട് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഞാനിത് വർഷങ്ങളായി പറയുന്ന കാര്യങ്ങളാണെന്നും സിനിമയിലെ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചും സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചുമൊക്കെ വളരെ കാലമായി താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നുമൊക്കെയാണ് രംഗണ റണൌട്ട് പറയുന്നത്. രംഗണയുടെ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർ MP കൂടിയാണ്. രംഗണ റണൌട്ട് ഇന്ത്യ അറിയുന്ന ഒരു നടിയാണ്. ബോളിവുഡിലെ പ്രഗത്ഭയായ നടിയും MP-യുമായ രംഗണ റണൌട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമയിലുണ്ടായ തുറന്നു പറച്ചിലുകളും വിവാദങ്ങളുമെല്ലാം രാജ്യം തന്നെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോഴ് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച രംഗത്തെത്തിയിരിക്കുന്നു നടിയും MP-യുമായ കങ്കണ റണൌട്ട്. കഴിഞ്ഞ 4 വർഷമായി മലയാള സിനിമ ഇൻഡസ്ട്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നുവെന്ന് കങ്കണ കുറ്റപ്പെടുത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കങ്കണ പറഞ്ഞു വെച്ചത് 10 വർഷം മുമ്പ് ആമിർ ഖാൻ അവതരിപ്പിച്ച സത്യമേവ ജയതേ എന്ന പരിപാടിയിൽ കങ്കണ പങ്കെടുത്തിരുന്നു. സിനിമയിൽ നിലനിൽക്കുന്ന ബലാത്സംഗ ഐറ്റം നമ്പർ സംസ്കാരത്തിനെതിരെ അവർ തുറന്നടിച്ചിരുന്നു. ഇതിൽ ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് കങ്കണ റണൌട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സിനിമ എന്നത്തെക്കാളും കൂടുതലായി സ്ത്രീ പീഡനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് വന്ന ഈ റിപ്പോർട്ടിനെ കുറിച്ചാണെങ്കിൽ ഞാനിത് എത്രയോ കാലമായി പറയുന്നതാണ്. പക്ഷേ അതെല്ലാം എങ്ങോട്ട് പോയിരുന്നില്ലെന്നതാണ് സത്യം. കങ്കണ പറയുന്നു, സിനിമയിലെ മാദക നൃത്തങ്ങളെ സ്ത്രീകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അതൃപ്തിയും അവർ പ്രകടിപ്പിക്കുന്നു. അടിമുടി ആണധികാര വാഴ്ചയുടെ രംഗമാണ് സിനിമയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രത്നച്ചുരുക്കം. ലൈംഗിക പീഡനമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന ഭീഷണി. ഒരു പ്രമുഖ നടൻ മുൻപ് നടത്തിയ മാഫിയ വിശേഷണം ശരിവെച്ച ഒരു പ്രബല സംഘത്തിന്റെ സ്വാധീനത്തിലാണ് മലയാള സിനിമയെന്നും കമ്മിറ്റി വെളിപ്പെടുത്തി. എതിർക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും അവർ വാഴിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരെ വിലക്കുന്നതാണ് മലയാള സിനിമയിലെ ഇന്നത്തെ പ്രവണതയെന്നും സമിതി തുറന്നടിച്ചു. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് വിമൺ സിനിമാ കളക്ടീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ 1ാം പിണറായി സർക്കാർ 2017 നവംബർ 16 ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപവത്കരിച്ചത്. മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. 2019 ഡിസംബർ 31 സമിതി റിപ്പോർട്ട് കൈമാറിയെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടില്ല. ഒടുവിൽ വിവരാവകാശ അപേക്ഷകൾ പരിഗണിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 6 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A അബ്ദുൽ ഹക്കീം റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയിലെത്തി. വ്യക്തികളുടെ മൊഴികളും സ്വകാര്യതയും സംരക്ഷിച്ച് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് കോടതി ശരിവെച്ചു. സർക്കാർ അതിന് തയ്യാറെടുക്കവേ ചലച്ചിത്ര നടി രഞ്ജിനിയും കോടതിയിലെത്തി. ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിലെത്തും മുമ്പേ തിങ്കളാഴ്ച 2:30 സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സുഭാഷിണി തങ്കച്ചി റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. ഈ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇപ്പോഴും അപൂർണമാണ്. അപൂർണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 127ഓളം ഖണ്ഡികകൾ മറച്ചു വെച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇരയുടെ പേരുവിവരങ്ങൾ പറയണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇതിലെ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ? അതുകൊണ്ട് തീർച്ചയായും ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് അത് അത്യാവശ്യവുമാണ്.